ചെമ്മണ്ണാർ സെൻറ്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 2023-24 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. അറിവിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും നിറച്ചാർത്തുകൾ ഹൃദയച്ചിപ്പുകളിൽ നിറച്ച് ആയിരങ്ങളുടെ ജീവിതയാത്രയിൽ വഴിവിളക്കായി പ്രശോഭിക്കുന്ന സെൻറ്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇടുക്കി ജില്ലയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായി നാടിൻ്റെ അഭിമാനമായി നിലനിൽക്കുന്നു. 1963 പ്രൈമറി സ്കൂളായി ആരംഭിച്ച് 1968 UP സ്കൂൾ ആയും 1977 ഹൈസ്കൂളായും തുടർന്ന് 2000 ഹയർ സെക്കൻഡറിയായും വളർന്ന് ഈ കലാലയം ഇന്ന് വജ്രജൂബിലി നിറവിൽ നിലനിൽക്കുകയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിൽ മാനേജ്മെൻറ്റിൻ്റെയും അനധ്യാപകരുടെയും PTA പൊതുസമൂഹത്തിൻ്റെയും കൂട്ടായ്മയിലൂടെ ഈ അധ്യയന വർഷം സ്കൂളിൽ നടപ്പാക്കിയ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഏവരുടെയും മുൻപാകെ സമർപ്പിക്കുന്നു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന് ശക്തമായ പിന്തുണയും നേതൃത്വവും നൽകുന്നത് സ്കൂളിൻ്റെ രക്ഷാധികാരി കൂടിയായ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവാണ്. വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജോർജ് തകടിയലിൻ്റെയും സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ചുനിയമാക്കൽ അച്ഛൻ്റെയും അസിസ്റ്റന്റ് മാനേജർ ആന്റണി കുന്നത്തുപാറയിൽ അച്ഛൻ്റെയും പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും സ്കൂളിനെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂളിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളുടെയും പിന്നിലെ ചാലകശക്തി സ്കൂളിലെ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് അംഗങ്ങളാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 21 അധ്യാപകരും 2 ലാബ് അസിസ്റ്റന്റുമാരും സ്കൂൾ വിഭാഗത്തിൽ 42 അധ്യാപകരും 5 അനധ്യാപകരും ജോലി ചെയ്യുന്നു. മനോജ് തോമസ്, ജെസിമോൾ ജേക്കബ് എന്നിവർ സ്റ്റാഫ് സെക്രട്ടറിമാരായി സേവനം ചെയ്യുന്നു. ദീർഘകാലത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു തോമസ്, ഹെഡ് മിസ്ട്രസ് കരോളിൻ ജോസ്, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും സോഫി ടീച്ചർ, ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും മേരി ടീച്ചർ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഇവരുടെ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. 7 പഞ്ചായത്തുകളിൽ നിന്നുമായി 1314 കുട്ടികൾ ഇവിടെ അധ്യയനം നടത്തുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 379 കുട്ടികളും സ്കൂൾ വിഭാഗത്തിൽ 32 ഡിവിഷനുകളിൽ 935 കുട്ടികളും പഠിക്കുന്നു. കുട്ടികളുടെ സുഗമവും സുരക്ഷിതവുമായ യാത്രയ്ക്ക് 7 ബസ്സുകളും 1 ജീപ്പും ക്രമീകരിച്ചിരിക്കുന്നു. ഈ അധ്യയന വർഷം ശ്രീ മധു കടപ്ലാക്കൽ PTA പ്രസിഡന്റായും ആൻഡ്രൂ തോമസ് വൈസ് പ്രസിഡന്റായും ശ്രീമതി ബെറ്റി മനോജ് MPTA പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂളിന്റെ വജ്ര ജൂബിലി സമാപനാഘോഷങ്ങളെ വർണ്ണാഭമാക്കി തീർക്കാൻ PTA MPTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നടത്തിയ പരിശ്രമങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഡിൻഡോമൻ ജോസ് PL എന്നിവർ PTA സെക്രട്ടറിമാരായി സേവനം ചെയ്യുന്നു. 2021 മാർച്ച് മാസം നടന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 4 ബാച്ചുകളിലെയും മുഴുവൻ കുട്ടികളെയും വിജയിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ 100% വിജയം നേടിയ 25 എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഒന്നായി തീരുവാൻ സ്കൂളിന് സാധിച്ചു എന്നത് ഒരു ചരിത്ര നേട്ടമാണ്. 28 ഫുൾ A+ നേടിക്കൊണ്ട് തുടർച്ചയായി 2ാം വർഷവും ഇടുക്കി രൂപതയിൽ 1ാം സ്ഥാനം നിലനിർത്താൻ സാധിച്ചു. ഒക്ടോബറിൽ നടന്ന 1ാം വർഷ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയിലൂടെ 2ാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥിനി അമല സിജിക്ക് 600 മാർക്ക് നേടാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷം നൽകുന്നു. കഴിഞ്ഞ വർഷം 139 കുട്ടികൾ SSLC പരീക്ഷ എഴുതി 26 ഫുൾ A+ നേടിക്കൊണ്ട് സ്കൂൾ 100% വിജയം ആവർത്തിച്ചു. ഈ അവസരത്തിൽ അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനങ്ങളെയും ആത്മസമർപ്പണത്തെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഡിസംബർ 4 സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. സ്കൂൾ ലീഡറായി ഡോൺ ബോസ്കോ തോമസ്, വൈസ് ചെയർപേഴ്സണായി ശ്രീലക്ഷ്മി PS, സെക്രട്ടറിയായി കാതറിൻ സിബി, ജോയിൻ്റ് സെക്രട്ടറിയായി ശ്രീധർ രാജേഷ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ 627 കുട്ടികൾക്കായി ഒരുമയോടെ ഒരു മനസ്സോടെ എന്ന പദ്ധതി പ്രകാരം പാൽ, മുട്ട, പച്ചക്കറികൾ തുടങ്ങി പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകി വരുന്നു.
ഈ വർഷം നെടുങ്കണ്ടം ഉപജില്ലാ മേളകളിൽ മികച്ച മുന്നേറ്റം നടത്താൻ സ്കൂളിന് സാധിച്ചു. ഗണിതശാസ്ത്ര മേളയിൽ ഹയർ സെക്കൻഡറി LP വിഭാഗം ഓവറോൾ ചാമ്പ്യന്മാരായി. ഹൈസ്കൂൾ വിഭാഗം 69 പോയിന്റുകളോടെ 2ാം സ്ഥാനവും UP വിഭാഗം 26 പോയിന്റുകളോടെ 5ാം സ്ഥാനവും നേടി. ശാസ്ത്രമേളയിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങൾ 2ാം സ്ഥാനവും UP വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പും LP വിഭാഗം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പ്രവൃത്തി പരിചയമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഫസ്റ്റ് റണ്ണറപ്പും ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പും നേടി. സാമൂഹ്യശാസ്ത്രമേളയിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങൾ 2ാം സ്ഥാനവും UP വിഭാഗം 16 പോയിന്റുമായി 5ാം സ്ഥാനവും കരസ്ഥമാക്കി. IT മേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗം സെക്കൻഡ് റണ്ണറപ്പ് ആയി. ഹൈസ്കൂൾ UP LP വിഭാഗങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. UP വിഭാഗം സംസ്കൃതോത്സവത്തിൽ 18 കുട്ടികൾ പങ്കെടുക്കുകയും 71 പോയിന്റുകളോടെ 6ാം സ്ഥാനം നേടുകയും ചെയ്തു. നെടുങ്കണ്ടം ഉപജില്ലാ കലാമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗം 182 പോയിന്റുകളുമായി 2ാം സ്ഥാനവും ഹൈസ്കൂൾ UP വിഭാഗങ്ങൾ 3ാം സ്ഥാനവും നേടി. LP വിഭാഗം 50 പോയിന്റുകളുമായി 6ാം സ്ഥാനം കരസ്ഥമാക്കി. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ കലോത്സവം എന്ന പരിപാടിയുടെ സംസ്ഥാന തല മത്സരത്തിൽ ആൻവിത K. അരുൺ, ശ്രീലക്ഷ്മി സന്തോഷ് എന്നിവർ പങ്കെടുത്തു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 104 കുട്ടികൾ പങ്കെടുത്തു. 326 പോയിന്റോടെ ഓവറോൾ ചാമ്പ്യന്മാരായി. 42 കുട്ടികൾ ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തു. സംസ്ഥാന മത്സരത്തിൽ 7 കുട്ടികൾ പങ്കെടുത്തു. സബ് ജൂനിയർ വിഭാഗം ഷോട്ട് പുട്ടിൽ ജോഹന്ന മേരി സജി 5ാം സ്ഥാനം കരസ്ഥമാക്കി. സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായി നടത്തിയ റവന്യൂ ജില്ലാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ 56 കുട്ടികൾ പങ്കെടുത്തു. സബ് ജൂനിയർ ഗേൾസ്, സീനിയർ ബോയ്സ് എന്നിവർ ചാമ്പ്യന്മാരായി. സബ് ജൂനിയർ ഗേൾസ്, ജൂനിയർ ബോയ്സ് എന്നിവർ 2ാം സ്ഥാനത്തിന് അർഹരായി. സംസ്ഥാന മത്സരത്തിൽ 36 കുട്ടികൾ പങ്കെടുത്തു. സംസ്ഥാന ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ അമൃത രാജീവ് 4ാം സ്ഥാനം നേടി. നെടുങ്കണ്ടം ഉപജില്ലാ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ സീനിയർ വിഭാഗം ബോയ്സ് ചാമ്പ്യന്മാരായി. 7 കുട്ടികൾ സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. സീനിയർ വിഭാഗത്തിൽ ആൽബിൻ ബിജു, ജേസൺ ബേബി തോമസ് എന്നിവർ 8ാം സ്ഥാനം നേടി ഗ്രേസ് മാർക്കിന് അർഹരായി. കണ്ണൂരിൽ വെച്ച് നടന്ന സംസ്ഥാന ത്രോബോൾ മത്സരത്തിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 104 കുട്ടികൾ പങ്കെടുത്തു. 326 പോയിന്റോടെ ഓവറോൾ ചാമ്പ്യന്മാരായി. 42 കുട്ടികൾ ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തു. സംസ്ഥാന മത്സരത്തിൽ 7 കുട്ടികൾ പങ്കെടുത്തു. സ്കൂളിൻ്റെ കായിക കുതിപ്പിന് ഷാന ടീച്ചർ നേതൃത്വം നൽകുന്നു. ഹയർ സെക്കൻഡറി വിഭാഗം ഗണിതശാസ്ത്ര മേളയിൽ ഡിക്സൺ ജോസ് സെബാസ്റ്റ്യൻ, ആഷ്ന ജോണി എന്നിവർ A ഗ്രേഡ് കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗം ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ ഡോൺ പ്രഭാത് പങ്കെടുത്തു. ഹയർ സെക്കൻഡറി വിഭാഗം ശാസ്ത്രമേളയിൽ അലൻ സാജു, ജിസ്ന മോൾ ജോസഫ് എന്നിവർ A ഗ്രേഡ് കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗം വർക്ക് എക്സ്പീരിയൻസിൽ ജോൽ ജിജോ അംബർല മേക്കിങ്ങിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗം ക്ലേ മോഡലിംഗിൽ ഏഞ്ചൽ ടി ഷാജി ഫസ്റ്റ് A ഗ്രേഡ് കരസ്ഥമാക്കി. ഫുഡ് പ്രിസർവേഷനിൽ ആൻവിത K. അരുൺ A ഗ്രേഡ് സ്വന്തമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗം സോഷ്യൽ സയൻസ് ഫെയറിൽ ജീവ ജിജോ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ A ഗ്രേഡും ഹൈസ്കൂൾ വിഭാഗത്തിൽ ആൽബിൻ സെബാസ്റ്റ്യൻ പ്രസംഗ മത്സരത്തിൽ A ഗ്രേഡും കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗം കലാമേളയിൽ നസ്രിൻ ഇബ്രാഹിം അറബിക് കവിതയിൽ A ഗ്രേഡും ജീവ ജിജോ ഇംഗ്ലീഷ് കവിതയിൽ A ഗ്രേഡും സ്വന്തമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ സൂര്യകാന്തി R നാടോടി നൃത്തം, ഭരതനാട്യം എന്നിവയിൽ A ഗ്രേഡും കുച്ചിപ്പുടിയിൽ B ഗ്രേഡും നേടി. NCC 108 കേഡറ്റുകളുമായി നെടുങ്കണ്ടം ബറ്റാലിയന് കീഴിലുള്ള ഏറ്റവും വലിയ യൂണിറ്റ് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. ക്യാപ്റ്റൻ JNBC ജോബി ജോർജ് എന്നിവർ നേതൃത്വം നൽകുന്നു. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നുമായി 7 കുട്ടികൾ NCC നാഷണൽ ക്യാമ്പിൽ പങ്കെടുത്തു. NSS 100 വോളണ്ടിയേഴ്സിൻ്റെ പിൻബലത്താൽ NSS മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് കാന്തിപ്പാറ സ്കൂളിൽ വെച്ച് ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ നടന്നു. NSS പ്രോഗ്രാം ഓഫീസർ ഷെറിൻ മാത്യു നേതൃത്വം നൽകുന്നു. SPC
വി ലേൺ ടു സെർവ് എന്ന സന്ദേശവുമായി SPCയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നു വരുന്നു. 2021 ബാച്ച് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഏപ്രിൽ 28 നടന്നു. ബുദ്ധിമുട്ടുകളെ വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് പരിഹാരം കാണാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ചലഞ്ച് ദ ചലഞ്ചസ് പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടു. ആശാ മേരി ജോസഫ്, തോമസ് ആൻ്റണി എന്നിവർ നേതൃത്വം നൽകുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ്. റോവർ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രവർത്തനങ്ങൾ റോവർ ലീഡർ ഷാബിൻ മാത്യു, ജോസ് PL, ഗൈഡ് ക്യാപ്റ്റൻ സോഫി ടീച്ചർ, സിസ്റ്റർ കരോളിൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. ലഹരി, പ്ലാസ്റ്റിക് ഉപയോഗം, റോഡ് സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിൽ പുതുതലമുറയെ ബോധവൽക്കരിക്കാൻ അനവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. KCSL രൂപതാ കലോത്സവത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ 2ാം സ്ഥാനം നേടി. കളറിംഗ് മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും അറ്റ്ലാന്റ PVയും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് ശ്രീലക്ഷ്മി സന്തോഷും 1ാം സ്ഥാനവും 3000 രൂപയുടെ ക്യാഷ് അവാർഡ് നേടി. സംസ്ഥാന കലോത്സവത്തിൽ ജീവ ജിജോ കവിതാ രചനയിൽ 1ാം സ്ഥാനം നേടി. ഹയർ സെക്കൻഡറി വിഭാഗം KCSL ആന്തം സംസ്ഥാന മത്സരത്തിന് യോഗ്യത നേടി. മണിപ്പൂർ കലാപവിരുദ്ധ റാലി, ജപമാല റാലി എന്നിവ സംഘടിപ്പിക്കപ്പെട്ടു. ബ്ലേസ് LP വിഭാഗം കുട്ടികളുടെ സർവോന്മുഖമായ വികാസം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട 40 കുട്ടികൾക്ക് പ്രത്യേക പരിശീലനവും ക്ലാസുകളും നൽകി വരുന്നു. ലഹരി വിരുദ്ധ ക്ലബ്ബ് മാൻ മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് നാർക്കോട്ടിക്സ് എന്ന പേരിൽ ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, വിമുക്തി യോദ്ധാവ് എന്നിങ്ങനെ വിവിധ സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടെ ലഹരിക്കെതിരെ അനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നു. അനിൽ ജോസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ക്ലബിൻ്റെ ഉദ്ഘാടനം കെൽസയുടെ സെക്രട്ടറിയും സബ് ജഡ്ജുമായ ശ്രീ ഷാനവാസ് A നിർവഹിച്ചു. ED ക്ലബ്ബ് നല്ല സംരംഭകരെ വളർത്തിയെടുക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ED ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി കേക്ക് നിർമ്മാണ, കൂൺ കൃഷി പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. സ്മിത തോമസ് ടീച്ചർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നു. സൗഹൃദ ക്ലബ്ബ് കൗമാരപ്രായക്കാരായ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഉതകുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഇഫക്റ്റീവ് പാരൻറ്റിംഗ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തുടങ്ങിയ വിഷയങ്ങളിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ക്ലാസ് നടത്തി സിനി ജോസ് നേതൃത്വം നൽകുന്നു. നല്ല പാഠം. മലയാള മനോരമ നല്ല പാഠം സ്കൂൾ കോർഡിനേറ്റർ റെനി ജോസഫ് ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ വിവിധ സാമൂഹ്യ സന്നദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പരിസ്ഥിതി പ്രാധാന്യമുള്ളതും പ്ലാസ്റ്റിക് വിരുദ്ധവുമായ അനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നു. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ്റ് കൗൺസിലിംഗ് സെൽ രാജ്യത്തെ പ്രസിദ്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചും നൂതന കോഴ്സുകളെക്കുറിച്ചും കുട്ടികളിൽ അവബോധമുണ്ടാക്കുക, അഭിരുചിക്കനുസൃതമായി കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ കരിയർ ഗൈഡൻസ് സെൽ പ്രവർത്തിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത ക്ലാസുകളും തയ്യൽ പരിശീലനവും നൽകി വരുന്നു. ജിൻഡിമോൾ വർഗീസ്, ബിൻസി ജോസ് എന്നിവർ നേതൃത്വം വഹിക്കുന്നു. ക്വിസ് ക്ലബ്ബ് SPC ക്വിസ്, സ്വദേശി ക്വിസ്, അക്ഷരമുറ്റം, അമൃതകിരണം തുടങ്ങി ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുത്ത് അഭിരാം S, ആൽവിൻ സെബാസ്റ്റ്യൻ, ജോവാൻ J മോൻ, അമൃത C മധു, ക്രിസ്റ്റോ എന്നിവർ സമ്മാനാർഹരായി. ചാരിറ്റി ക്ലബ്ബ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിലെ നിർധനരായ 18 കുട്ടികളുടെ കുടുംബങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് ഭക്ഷണ കിറ്റുകൾ നൽകി. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 1,20,000 രൂപയോളം കുട്ടികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ചികിത്സയ്ക്കായി നൽകി. ലിറ്റിൽ കൈറ്റ്സ് ICT അധിഷ്ഠിത പഠനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. കമ്പ്യൂട്ടർ ഗെയിം, റോബോട്ടിക് നിർമ്മാണം, അമ്മമാർക്കുള്ള കമ്പ്യൂട്ടർ പരിശീലനം എന്നിവ ശ്രീമതി ഷൈനി, ശ്രീമതി അനീറ്റ എന്നിവരുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നു. ടാലൻറ്റ് എക്സ്പോ ഉച്ചഭക്ഷണ ഇടവേളകളിൽ കുട്ടികൾ തങ്ങളുടെ കലാവാസനകളെ ഓപ്പൺ സ്റ്റേജിൽ കൂട്ടുകാരുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നു. ഈ പരിപാടി കുട്ടികളിൽ ആത്മാഭിമാനവും ആത്മവിശ്വാസവും വളർത്തുവാൻ ഉപകരിക്കുന്നു. ഫെസ്റ്റ് ആൻഡ് എക്സിബിഷൻ ഹോം സയൻസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കപ്പ ഫെസ്റ്റ് നടത്തി. മലയോര ജനതയുടെ മുഖ്യ ആഹാരമായ കപ്പയിൽ നിന്നുമുണ്ടാക്കിയ 100-ൽ പരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം നവ്യാനുഭവമായിരുന്നു. ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾ തങ്ങളുടെ സ്റ്റിൽ മോഡലുകളും വർക്കിംഗ് മോഡലുകളും പ്രദർശിപ്പിച്ചു.
കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് LP വിഭാഗം കുട്ടികൾ തങ്ങളുടെ പാടത്തും പറമ്പിലും വിളഞ്ഞ കാർഷിക ഉൽപ്പന്നങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്ന് അവയുടെ പ്രദർശനം സംഘടിപ്പിച്ചു. ഹ്യൂമൻ ലൈബ്രറി എഴുത്തുകാർ സ്വയം പുസ്തകങ്ങളായി മാറി വായനക്കാരുടെ ഇടയിൽ വന്നിരിക്കുകയും വായനക്കാർക്ക് തങ്ങളെ വായിക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനോ അവസരങ്ങൾ നൽകുകയുമാണ് ഹ്യൂമൻ ലൈബ്രറിയുടെ ലക്ഷ്യം. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് ശ്രീ മോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. സെമിനാറുകൾ നവംബർ മാസം 17-18 തീയതികളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മുഴുവൻ കുട്ടികൾക്കുമായി ചാവറ സർഗവേദിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ ലഹരിക്കെതിരെ ശ്രീ ജോയ്സ് മുക്കടം സെമിനാർ നയിച്ചു. പഠനയാത്ര ഒക്ടോബർ 26, 27, 28 തീയതികളിൽ ഊട്ടി, മൈസൂർ എന്നിവിടങ്ങളിലേക്ക് ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾ നടത്തിയ യാത്ര ഏറെ മനോഹരമായിരുന്നു. 15 അധ്യാപകരുടെ നേതൃത്വത്തിൽ 170 കുട്ടികൾ പഠനയാത്രയിൽ പങ്കെടുത്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും 100 കുട്ടികൾ രാമേശ്വരം, ധനുഷ്കോടി, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്ക് പഠനയാത്ര നടത്തി. സ്കോളർഷിപ്പ് NMMS സ്കോളർഷിപ്പിന് ആൽബിൻ സെബാസ്റ്റ്യനും USS സ്കോളർഷിപ്പിന് ക്രിസ്റ്റോ സാബുവും അർഹരായി. 6 കുട്ടികൾ സംസ്കൃത സ്കോളർഷിപ്പിന് അർഹത നേടി. LP വിഭാഗത്തിൽ നടത്തി വരുന്ന സ്പീഡ് എന്ന പരിപാടി SSKയുടെ ജില്ലാ ഇന്നോവേറ്റീവ് പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പാഥേയം വിവിധ സംഘടനകളിലെ കുട്ടികൾ തങ്ങളുടെ വീടുകളിൽ നിന്ന് എത്തിക്കുന്ന പൊതിച്ചോറ് എല്ലാ മാസവും മുടങ്ങാതെ നെടുങ്കണ്ടം ആകാശപ്പറവയിലെ 80ഓളം വരുന്ന അന്തേവാസികൾക്ക് നൽകി വരുന്നു. ബസ് കാത്തിരിപ്പ് കേന്ദ്രം ചെമ്മണ്ണാർ ഉടുമ്പൻചോല റോഡിൽ സിദ്ധൻപടിയിൽ 6 ലക്ഷത്തോളം രൂപ മുടക്കി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു. NSS കുട്ടികൾ നേതൃത്വം നൽകിയ പദ്ധതിയിൽ ഉടുമ്പൻചോല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ സഹകരണം ഉണ്ടായിരുന്നു. ഉടുമ്പൻചോല MLA ശ്രീ MM മണി ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷാ കണ്ണാടി റോഡ് അപകടങ്ങൾ പതിവായ കുത്തുങ്കൽ, ചപ്പാത്ത്, മയിലാടുംപാറ എന്നിവിടങ്ങളിൽ NSS SPC സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ കണ്ണാടികൾ സ്ഥാപിച്ചു. തണൽ മരങ്ങൾ പുതുതായി നിർമ്മിച്ച ഉടുമ്പൻചോല ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ നല്ലപാടം, NSS എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. റീഡിംഗ് കോർണേഴ്സ് യാത്രയുടെ ഇടവേളകളിൽ വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നെടുങ്കണ്ടം കിഴക്കേ കവല ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സ്കൂൾ ലൈബ്രറിയുടെ ഭാഗമായി റീഡിംഗ് കോർണർ സ്ഥാപിച്ചു. ഉടുമ്പൻചോല MLA ശ്രീ MM മണി ഉദ്ഘാടനം ചെയ്തു. ക്ലീൻ സൈൻ ബോർഡ് ക്യാമ്പയിൻ സുരക്ഷിതമാകട്ടെ ഓരോ യാത്രയും എന്ന സന്ദേശം നൽകിക്കൊണ്ട് NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ഉടുമ്പൻചോല മുതൽ നെടുങ്കണ്ടം വരെയുള്ള സൈൻ ബോർഡുകൾ വൃത്തിയാക്കി. പ്രതികൂല കാലാവസ്ഥയിലും 50 കേഡറ്റുകൾ പങ്കെടുത്തു. നേത്ര പരിശോധനാ ക്യാമ്പ് നാഷണൽ സർവീസ് സ്കീം, റോട്ടറി ക്ലബ് ഓഫ് നെടുങ്കണ്ടം ഗ്രേറ്റർ, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. 431 പേർ പങ്കെടുത്ത ക്യാമ്പിൽ 33 പേർക്ക് സൗജന്യ ശസ്ത്രക്രിയ ലഭ്യമാക്കാൻ സാധിച്ചു. ആദ്യ ബാച്ച് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം മടങ്ങിയെത്തി. സ്നേഹാരാമം NSS സപ്തദിന സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായി ഉടുമ്പൻചോല ടൗണിൽ സ്നേഹാരാമം നിർമ്മിച്ചു. മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സ്കൂൾ പ്രവേശനോത്സവം 2023-24 അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം ഉടുമ്പൻചോല പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KK സജികുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ചുനേമാക്കൾ അച്ഛനും അധ്യാപകരും PTA മെമ്പേഴ്സും ചേർന്ന് കുട്ടികളെ മധുരം നൽകി സ്വീകരിച്ചു. +1 കുട്ടികൾക്കായി 2023 ജൂലൈ 5 ഫ്രഷേഴ്സ് ഡേ നടത്തി. സ്കൂൾ മുൻ പ്രിൻസിപ്പൽ മാത്തുക്കുട്ടി കുത്തനാപ്പള്ളി മുഖ്യാതിഥിയായിരുന്നു. മെറിറ്റ് ഡേ 2021 മാർച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെയും
LSS, USS, NMMS സ്കോളർഷിപ്പുകൾ നേടിയ കുട്ടികളെയും മെമ്മൻറ്റോ നൽകി ആദരിച്ചു. ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ VU കുര്യാക്കോസ് മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ ജോസ് കരുവേലിക്കലച്ചൻ മുഖ്യാതിഥിയായിരുന്നു. വായനാ ദിനം ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു. വായനാ വാരത്തോടനുബന്ധിച്ച് പുസ്തക ചിന്തകൾ എന്ന പേരിൽ കുട്ടികളും അധ്യാപകരും തങ്ങൾ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്യങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തി എഴുതിയത് ഒരു വേറിട്ട പ്രവർത്തനമായിരുന്നു. സ്കൂൾ വിഭാഗത്തിൽ 19 ക്ലബ്ബുകളുടെ പ്രവർത്തനോദ്ഘാടനം അന്നേ ദിവസം നടത്തി. ലഹരി വിരുദ്ധ ദിനം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 പുതിയ അധ്യയന വർഷത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. ലഹരി വിരുദ്ധ അടിക്കുറിപ്പ് മത്സരം, പോസ്റ്റർ മത്സരം, ലഹരി വിരുദ്ധ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കപ്പെട്ടു. ഹിരോഷിമ ഡേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ വർഷിക്കപ്പെട്ട അണുബോംബിൻ്റെ പരിണതഫലമായി അർബുദം ബാധിക്കുകയും തുടർന്ന് ആ രോഗത്തെ അതിജീവിക്കാൻ 1000 ഒറിഗാമി കൊക്കുകളെ നിർമ്മിക്കുകയും ചെയ്ത സഡാക്കോ സസാക്കിയെ ഓർമ്മിച്ചുകൊണ്ട് സെൻറ്റ് സേവിയേഴ്സിലെ കുട്ടികളും 1000 സഡാക്കോ പക്ഷികളെ നിർമ്മിച്ച് ലോക സമാധാന സന്ദേശം കൈമാറി. സ്കൂൾ കായിക ദിനം ഓഗസ്റ്റ് മാസം 11-ാം തീയതി സ്കൂൾ കായികമേള സംഘടിപ്പിച്ചു. ഇന്തോനേഷ്യയിൽ നടന്ന ലോക കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ ജേതാവ് ബിപിൻ ജീമോനും പാരാ ഒളിമ്പിക്സ് നാഷണൽ ചാമ്പ്യൻ സനൽകുമാർ പിയും ചേർന്ന് കായികമേള ഉദ്ഘാടനം ചെയ്തു. ഇരുവരും ചെമ്മണാർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇൻഡിപെൻഡൻസ് ഡേ NCC, NSS, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ദേശഭക്തിഗാന മത്സരം, പ്രസംഗ മത്സരം എന്നിവ സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ഓണാഘോഷ പരിപാടികൾ സ്കൂൾ അസിസ്റ്റൻ്റ് മാനേജർ ആൻ്റണി കുന്നത്ത് പാറയിലച്ചൻ ഉദ്ഘാടനം ചെയ്തു. അമ്മക്കറികൾ ഈ ഓണത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ഓണക്കളികളും ഓണസദ്യയും ഒരുക്കി ഓണാഘോഷം ഗംഭീരമാക്കി. ടീച്ചേഴ്സ് ഡേ സ്കൂളിൽ സംഘടിപ്പിക്കപ്പെട്ട സ്പെഷ്യൽ അസംബ്ലിയിൽ കുട്ടികൾ അധ്യാപകർക്ക് പേനയും ആശംസാ കാർഡുകളും നൽകി. അന്നേ ദിവസം കുട്ടികൾ അധ്യാപകരായി മാറി ക്ലാസുകൾ നയിച്ചു. സ്കൂൾ മാനേജ്മെൻറ്റും PTA-യും അധ്യാപകരെ ആശംസകൾ അറിയിച്ചു. സ്കൂൾ ആർട്സ് ഡേ വർണ്ണം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടു. പ്രമുഖ സാഹിത്യകാരൻ ശ്രീ ജിജോ രാജകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആചരിച്ചു. ഉടുമ്പൻചാല പോലീസ് സ്റ്റേഷൻ, നെടുങ്കണ്ടം KSRTC സ്റ്റാൻഡ്, സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ടീച്ചേഴ്സും PTA അംഗങ്ങളും നേതൃത്വം നൽകി. ശിശുദിനം ചാച്ചാജിയുടെയും ഭാരതാംബയുടെയും മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വേഷമണിഞ്ഞ LP വിഭാഗം കുട്ടികൾ മുദ്രാവാക്യങ്ങളും ആശംസാഗാനങ്ങളുമായി റാലിയിൽ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഭക്ഷണവും കൊണ്ട് ശിശുദിനം ഗംഭീരമായി. സെൻറ്റ് സേവിയേഴ്സ് ഡേ സ്കൂൾ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുനാൾ ആചരിച്ചു. KCSLൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അസംബ്ലി ചേർന്ന് കുട്ടികൾക്ക് സെൻറ്റ് സേവിയേഴ്സ് ദിന സന്ദേശം നൽകി. മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. ക്രിസ്മസ് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും കരോൾ ഗാനങ്ങളുമായി കുട്ടികൾ ക്രിസ്മസ് ആഘോഷമാക്കി. KCSLൻ്റെ നേതൃത്വത്തിൽ പാപ്പാ മത്സരം നടത്തി. പാട്ടും നൃത്തവുമായി അധ്യാപകരും PTA അംഗങ്ങളും ആഘോഷത്തിൽ അണിചേർന്നു. ചാന്ദ്രദിനം ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിന പ്രവർത്തനങ്ങൾ നടത്തി. റോക്കറ്റ് നിർമ്മാണ മത്സരം, ചാന്ദ്രദിന ക്വിസ്, ചാന്ദ്രദിന ഗീതം, വീഡിയോ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചു. ഈ ദിനത്തോടനുബന്ധിച്ച് നാസയുടെ വെർച്വൽ റിയാലിറ്റി സ്പേസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ISRO ശാസ്ത്രജ്ഞൻ ഡോക്ടർ പ്രദീപ് ക്ലാസുകൾ നയിച്ചു. 2023 വാർഷിക പരീക്ഷയിൽ 100% വിജയം നേടി ഹയർ സെക്കൻഡറി വിഭാഗം ജില്ലയിൽ ഒന്നാമതെത്തി. SSLC പരീക്ഷയിൽ 100% വിജയം നേടി. ഇടുക്കി രൂപതയുടെ മികച്ച ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ചെമ്മണാർ സെൻറ്റ് സേവിയേഴ്സ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടുക്കി രൂപതയിലെ രണ്ടാമത്തെ മികച്ച ഹൈസ്കൂളായി ചെമ്മണാർ സെൻറ്റ് സേവിയേഴ്സ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടുക്കി രൂപതയിലെ മികച്ച ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടു.
മലയാള മനോരമ നല്ല പാഠം മികച്ച സ്കൂളിനുള്ള അവാർഡ് സെൻറ്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വന്തമാക്കി. കോട്ടയം മോചന ഡി അഡിക്ഷൻ സെൻറ്റർ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്കായി നടത്തിയ സംസ്ഥാന ഉപന്യാസ മത്സരത്തിൽ അൽക്കാക്കൈ മനോജ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചതിനുള്ള സ്പെഷ്യൽ അവാർഡ് സെൻറ്റ് സേവിയേഴ്സ് സ്വന്തമാക്കി. റോട്ടറി ക്ലബ് ഓഫ് നെടുങ്കണ്ടം ഗ്രേറ്റർ വിവിധ ഹയർ സെക്കൻഡറി കുട്ടികളെ പങ്കെടുപ്പിച്ച് നടത്തിയ UN മോഡൽ അസംബ്ലിയിൽ ജോബിൻ സജി, അൽക്കാക്കൈ മനോജ് എന്നിവർ ഒന്നാം സ്ഥാനവും ക്യാഷ് അവാർഡും നേടി. നെടുങ്കണ്ടം BRC നൂതന ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന സ്കൂളുകൾക്ക് നൽകുന്ന മികവ് അവാർഡ് സെൻറ്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലയിലെ മികച്ച ഹയർ സെക്കൻഡറി സ്കൂളിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന എക്സലൻസ് അവാർഡ് സെൻറ്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു. ഓരോ ജൂബിലിയും ഒരു തിരിഞ്ഞു നോട്ടം കൂടിയാണ്. 60 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഓലപ്പുരയിൽ തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പേരും പെരുമയുമുള്ള ഒരു കലാക്ഷേത്രമായി വളർന്നെങ്കിൽ അതിന് പിന്നിൽ വിയർപ്പൊഴുക്കിയ ഏറെ പേരെ നന്ദിയോടെ ഓർക്കേണ്ടിയിരിക്കുന്നു. സ്ഥാപക കാലം മുതൽ ഇന്ന് വരെ മാർഗദർശനമേകിയ രൂപതാധ്യക്ഷന്മാർ, വിദ്യാഭ്യാസ സെക്രട്ടറിമാർ, സ്ഥാപക മാനേജർ മുതൽ ഇന്ന് വരെ ഈ സ്കൂളിനെ നയിച്ച മാനേജർമാർ, ചെമ്മണാറിലെ ആദ്യകാല നിവാസികൾ, സ്ഥാപനത്തിൻ്റെ സാരഥിമാരായിരുന്ന ഹെഡ് മാസ്റ്റർമാർ, പ്രിൻസിപ്പൽമാർ, പൂർവ്വ അധ്യാപകർ, തങ്ങളുടെ അധ്വാനത്തിൽ ഒരു പങ്ക് ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്കായി മാറ്റിവെച്ച നല്ലവരായ നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA MPTA അംഗങ്ങൾ എന്നിവരെ നന്ദിയോടെ സ്മരിക്കുന്നു. സുദീർഘമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു.